അണ്ണാ ദേവൂട്ടൻ ഇങ്ങനെയാണോ? ഇന്ന് രാത്രി എന്താ പ്ലാൻ? ഇന്ന് 2 മണിക്ക് ഞാൻ ഉറക്ക കരയും, അവരെ ശല്യപ്പെടുത്തും. ഇത് അവൻ തന്നെ, ഇത് അവൻ തന്നെ. ദേവൂട്ടൻ ഇത് അവൻ, ഇത് അവൻ തന്നെ. എക്സ്ട്രാ സാധനം കിട്ടിപ്പോയി മോളെ. ഇത് അവൻ തന്നെ. ഇത് അവന്റെ സൗണ്ട് ഇങ്ങനെയാണ്. ലോകത്തുള്ള അവനെപ്പ റീലിൽ കയറിയത് സത്യം. ഇത് അവൻ തന്നെ. ഇന്ന് 2 മണിക്ക് ഞാൻ ഉറക്ക കരയും, അവരെ ശല്യപ്പെടുത്തും. കട്ടൻ കൊടുത്തോട്ടെ? ആ കൊടുത്തു. നാളത്തേക്കുള്ള ഡ്രസ് വല്ലതും കൊണ്ട് കൊടുത്തേക്ക് സാറേ. ഇടയ്ക്ക് ഓരോ കട്ടൻ കൊണ്ട് കൊടുത്തു. ഇടയ്ക്ക് ഓരോന്നൂടെ കൊടുത്താ വെറ്റില പോയി കുറച്ച് ബീഫ് ഫ്രൈ എടുക്കട്ടെ. അതെന്താ പറഞ്ഞേ? ബീഫ് ഫ്രൈ മുറുക്കാനാന്ന് പറഞ്ഞ് വെറ്റില പോയി കുറച്ച് ബീഫ് ഫ്രൈ എടുക്കട്ടെ. മുറുക്കാനാന്ന് പറഞ്ഞ വെറ്റിലെ പോയി പറഞ്ഞ് ബീഫ് കൂടെ ഇറക്കട്ടെ. നന്മേട്ടാ നന്മൻ. എന്റെ ഒരു ആൽബം പാട്ടില്ലേ, കണ്ടോ നാട്ടാര്, അതൊരു 4 വരി പാടാവോ? മണിച്ചേണ്ട പാട്ടുണ്ട്. കലപമണി. കണ്ടോ നാട്ടാരെ, കണ്ടോ എന്നാട്ടാരെ, ഉണ്ണിടമ്മയെ കണ്ടോരുണ്ടോ? കാലമതി കാലേ കൂരേന്ന് പോയില്ലേ, തിരികെ വന്നപ്പോൾ കണ്ടില്ലോളെ. കഞ്ഞി കുടിക്കാണ്ട്, പഴം കഞ്ഞി കുടിക്കാണ്ട്, കാലം പുലർക്കാലെ പോയതാണ്. മേലെ കണ്ടത്ത് വിത്തേറിയാനായി, നേരം പുലർക്കാലെ പോയതാണ്. കർക്കിടകപ്പേറ്റിൽ പെരുവെള്ളമൊഴുകിപ്പോ ഉണ്ണിടമ്മ ഉണ്ണി കരയുന്നേ, പൊന്നുണ്ണി കരയുന്നേ, എന്റെ പൂങ്കാവിതെങ്ങോ പോയി. ഉണ്ണി കരയുന്നേ, പൊന്നുണ്ണി കരയുന്നേ, എന്റെ പൂങ്കാവിതെങ്ങോ പോയി. എന്റെ ആളിയാ, എന്തിനിപ്പ കേട്ടത് ഞാൻ? എന്തൊക്കെയാ ചെയ്യുന്നറിയാ, എന്തൊക്കെയാ ചെയ്യുന്ന എനിക്ക് അറിയുന്നില്ല. എന്ത് രസമാണ്. മണിച്ചേട്ടൻ ഇങ്ങനത്തെ കൊറേ പാട്ടുണ്ടാ. മറ്റേ സാധനം കേട്ടിട്ടില്ലേ, മറ്റേ ആ പാട്ട് കേക്കണോടാ. അത് അയ്യോ, അത് കേട്ട് ഇരുന്ന് പോവും ആ പാട്ട്. എന്റെ ആളെ അങ്ങേറെ കൊറേ സാധനം ഉണ്ട്. കാര്യമാണത്. ബ്രോ, ഞാൻ ബ്രോന്റെ റീല് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബാഗ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ അകത്തൊരു മഹാദേവനെ വരച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ശിവനെ വരച്ചിരിക്കുന്നത്. അപ്പൊ എനിക്കത് കണ്ടപ്പോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബ്രോ, എനിക്കതൊന്ന് വരച്ചു തരാമോ? ഓടാസൊക്കെ കിട്ടിയതാ. ഗംഗാധര ഗജാചർമാഭരധര, ഗംഗാധര ഗജാചർമാഭരധര, ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണാനി നമോ. നൈസടക്കമുള്ള അടിപൊളി അടിപൊളിയാണ്. അണ്ണാ, ഞാൻ കസ്റ്റം ചെയ്ത ടീഷർട്ട് ആണ്, എങ്ങനെയുണ്ടെന്ന് പറയാമോ? ഒരു ടീഷർട്ടിൽ റിയലിസ്റ്റിക് പോർട്രേറ്റ് വരയ്ക്കാൻ പറ്റുമോ? എന്നാൽ അങ്ങനെയുള്ള ഒരു വർക്കായിരുന്നു ഇത്. ഒരു കസ്റ്റമറിന്റെ സ്പെഷ്യൽ റിക്വസ്റ്റ് ആയിരുന്നു ബ്ലീച്ചിൽ ഒരു യേശുവിന്റെ റിയലിസ്റ്റിക് പോർട്രേറ്റ് വരയ്ക്കാൻ. യൂഷ്വൽ പോലെ ടീഷർട്ടാണ് ബേസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് യേശുവിന്റെ ഫേസിന്റെ ഷേപ്പാണ് സെറ്റ് ആക്കിയത്. പിന്നെ കണ്ണും എക്സ്പ്രഷനും ഓരോ ലെയർ ബൈ ലെയർ ആയി സമയമെടുത്താണ് ചെയ്തത്. നിങ്ങൾക്കും ഇതുപോലെ നിങ്ങൾ ക്ലോത്ത് കസ്റ്റമൈസ് ചെയ്യാൻ DM നൗ. ഫൈനൽ വർക്കാണ്, അവസാനം വരെ കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാം.
ഐസറ കൊള്ളാം. സ്നൈപ്പിന്റെ ശബ്ദം ചെറിയൊരു സാമ്യമുണ്ട്. സ്റ്റേജിലേക്ക് പറ്റൂലെന്ന് തോന്നുന്നു കേട്ടാ. എന്താടാ ടീഷർട്ട് ഇടാൻ പറ്റൂലെന്ന് തോന്നുന്നു കേട്ടാ. പിന്നെന്തിനാ കഷ്ടത്ത് വെച്ച് കിടക്കാനാ ടീഷർട്ട്? ഇല്ല പിന്നീട് വാഷ് ചെയ്യണം, അത് പിന്നീട് പോവും. ചിലപ്പോ അങ്ങനെ വാഷ് ചെയ്താ പോവാത്ത കളറായിരിക്കും. മറ്റേ എന്താ അക്രലിക്കോ അങ്ങനെ എന്തെങ്കിലും സാധനമൊക്കെ ആയിരിക്കും. അക്രലിക് പെയിന്റ് അതൊക്കെ ആയിരിക്കും. ഇതാര ലെക്സ് ആണോ വന്നേ? മറ്റേ ലെക്സ്. ആരാണ് പൂക്കി പ്രൊഫസർ? സ്റ്റേജിലേക്ക് വന്ന് സർട്ടിഫിക്കറ്റ് മേടിക്കുമ്പോൾ ഒരു വിദ്യാർത്ഥി തന്റെ പ്രൊഫസറോട് ഒരാഗ്രഹം പറഞ്ഞു. പ്രൊഫസർ അപ്പാടെ സമ്മതിച്ചു. ശേഷം കാണുന്നത് ഇരുവരും സൺഗ്ലാസ് ധരിച്ച് പോസ് ചെയ്യുന്നതാണ്. പിന്നീട് 3 മണിക്കൂർ നീണ്ട ബിരുദദാന ചടങ്ങിൽ വിദ്യാർത്ഥികളുടെ ആഗ്രഹപ്രകാരം ലയണൽ മെസ്സിയുടെ സ്ലോമോ വോക്ക്, വിക്ടറി പോസ്, കൊറിയൻ ഫിംഗർ ഹാർട്ട്, ഡാബ് പോസുകളാണ് പ്രൊഫസർ ചെയ്തത്. ഇതോടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി. വിദ്യാർത്ഥികളുടെ ജീവിതത്തിലെ ഒരു പ്രധാന ദിവസം അവർ ആഗ്രഹിച്ച പോലെ കളറാക്കാൻ മനസ്സ് കാണിച്ച ആ പൂക്കി പ്രൊഫസറാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ താരം. ഇന്റർനെറ്റ് ലോകം ആളെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതാണ് പ്രൊഫസർ രാജീവ് അഹുജ. സ്വീഡനിലെ ഉപ്സാല സർവകലാശാലയിൽ നിന്ന് അവധിയെടുത്ത് 2021 IIT റോപ്പഡിൽ ഡയറക്ടറായി ജോയിൻ ചെയ്ത പ്രൊഫസർ ജൂലൈ 10 നോർമലി. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ആ കൂളിംഗ് ഗ്ലാസ് കൊടുത്തവന്റെ ധൈര്യമാണ് ബാക്കി എല്ലാവർക്കും ഇത് പുള്ളിയുടെ അടുത്ത് പ്രസന്റ് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടിയത്. പുള്ളി അന്നേരം വല്ല നോയും പറഞ്ഞതാക്കിയായിരുന്നു വേറെ ഏതെങ്കിലും അമ്മമാര് പറയുമായിരുന്നോ സാർ താഴത്തിലടാന്ന് പറഞ്ഞ് കാണിക്കാവോ ഇതൊക്കെ കാണിക്കാവോ എന്ന്? അത് അവന്റെ ധൈര്യമാണ്. അവൻ ചോദിച്ചെടുത്താണ് പുള്ളിയുടെ വൈബ് ബാക്കിയുള്ളവർക്ക് മനസ്സിലായത്. അല്ലെങ്കിൽ മനസ്സിലാവോ? 16 നടന്ന കോൺവൊക്കേഷനിൽ 700ഓളം കുട്ടികൾക്കാണ് അഹുജ ബിരുദം സമ്മാനിച്ചത്. സ്വീഡൻ സർവകലാശാല. എടാ ഈ സാധനം ശരിക്കും എന്താ BTSന്റെ ആണോ ഇത്? മറ്റേ ഈ സാധനം മറ്റേ ഇങ്ങനെ കാണിക്കുന്നേ ഇതെന്താ സാധനം? കത്തിയാലോ അണ്ണൻ സിറ്റി പിന്നെ കത്തിയാ? എനിക്കറിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ 10:30 ആകുമ്പോ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞത്. കൊറിയൻ ഹേർട്ട് സിമ്പിൾ ആണ്. ഓ ഹേർട്ട് ആണ്. ഓക്കെ 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 ഓക്കെ. ഞാൻ ഈ BTSന്റെ വീഡിയോ ആണ് അറിയാതെ ഫാമിലി ഗ്രൂപ്പിൽ തൊണ്ടിട്ട ഞാനും അതിന് വേറെ ഉണ്ടോ എന്ന് റിപ്ലൈ വന്ന് പറഞ്ഞു. പക്ഷെ പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മള് മൂഞ്ചി റിപ്ലൈ ഇട്ടില്ലായിരുന്നു, അവനെ മാത്രമേ കൊണ്ടുപോകുള്ളായിരുന്നു. ഒരു മോട്ടിവേഷൻ ആയാലോ. പിന്നെന്താ ലോകത്തിലെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള കറൻസി ഏതാണെന്നറിയോ? നിങ്ങളിപ്പോ പറയാൻ പോകുന്നത് കുവൈറ്റി ദിനാർ, ബഹ്റൈനി ദിനാർ, ഒമാനി റിയാൽ എന്നൊക്കെ ആയിരിക്കും. ഞാൻ പറയുന്ന അല്ലാന്ന്. ലോകത്തിലെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള കറൻസി നമ്മുടെ ടൈമാണ്. നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്ന സ്ഥലം, നിങ്ങളെ പാർട്ട്ണർ, നിങ്ങളെ ഫാമിലി, നിങ്ങളെ ഫ്രണ്ട്സ് റെസ്പെക്റ്റും വാല്യൂം തരുന്നില്ലെങ്കിൽ പിന്നെ ഒരു സെക്കൻഡ് പോലും അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം. നിങ്ങൾക്ക് വാല്യൂം റെസ്പെക്റ്റും കിട്ടാത്ത സ്ഥലത്ത് നിങ്ങൾ പോകാനും പാടില്ല, അതിനെക്കുറിച്ച് ചിന്തിച്ച് ടൈം കളയാനും പാടില്ല. ഒരാളെ ലൈഫിലെ ടൈമാണ് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളത്. അത് വൈസായിട്ട് യൂസ് ചെയ്യുക. കുൻഫു പാണ്ടയിൽ ഒരു സേയിങ് ഉണ്ട്, അതിലെ മെസ്സേജ് ഇതാണ്: യെസ്റ്റർഡേ ഈസ് എ ഹിസ്റ്ററി, ടുമോറോ ഈസ് എ മിസ്റ്ററി ആൻഡ് ടുഡേ ഈസ് എ ഗിഫ്റ്റ്. ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് പ്രസന്റ്. നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്ന സ്ഥലം നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ, വാല്യൂ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് താഴെ കമന്റ് ചെയ്യും. സാധനമുള്ള ഈ സാധനം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ RPയിൽ പറഞ്ഞായിരുന്നു. നിങ്ങൾ ആരെങ്കിലും കേട്ടായിരുന്നോ? ഇൻസ്റ്റാഗ്രാം. എനിക്കൊരു വലിയ ആത്മധൈര്യം എന്ന് പറയുന്നത് ഇത്രയും തേച്ച് മിനുക്കാമെങ്കിൽ ഇനിയും തേച്ചാൽ ഇനിയും മിനുക്കാം. നമ്മുടെ മിനുക്കം കറക്റ്റ് പോകുന്നുണ്ടോ, മിനുക്കം കുറഞ്ഞോ എന്നുള്ളതാണ് നേരെ നമ്മൾ തിരിഞ്ഞു നോക്കുന്നത്. നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കുന്നത് നമ്മൾ എത്രത്തോളം വളർന്നു, ഇനി എന്തോരം വളരാൻ പറ്റും, എന്തോരം കുഴപ്പങ്ങളുണ്ട്, എവിടേക്കാണ് അഴുക്ക് പിടിച്ചിരിക്കുന്നത്, എവിടേക്കാണ് ക്ലാവ് പിടിച്ചിരിക്കുന്നത്, തുടച്ചു നോക്കണ്ടേ. പറഞ്ഞപോലെ തേച്ച് മിനുക്കിയെടുത്താണ് ഇനി തേച്ച അതിന്റെ ഇത് നോക്കടാ, ക്വാളിറ്റി നോക്ക്. ഇനിയും മിനുങ്ങും എന്നുള്ളതാണ്. കിടിലം ബ്രോ. ഇവിടെ കുറെ വീഡിയോസ് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള. എന്താ ഒരാൾക്ക് അപകടം പറ്റി കാലും പൊക്കി വരുമ്പോഴാണോ ഇങ്ങനെ ഇരുന്ന് ചിരിക്കുന്നതെന്നോ? Powerful people make choices. Powerful. ഇവരെ പ്രദർശിച്ചിരിക്കണം. സബ്സ്ക്രിപ്ഷൻ
പക്ഷെ അവന് ഇത് ഒന്നല്ലടാ, ഇത് രണ്ട് ഇതേതോ ഹിന്ദി സ്ഥലമാണ്, മനസ്സിലായ? ഇവനല്ല എന്തായാലും അത്. ഇത് രണ്ട് വീഡിയോ ഉറപ്പാണ്. ഇത് അവനല്ല, പക്ഷെ കൺസെപ്റ്റ് കൊള്ളാം. പുള്ളി എന്താ ഇങ്ങനെ ഇരുത്തിയേക്കണേ? ഏത് ലോറിന്റെ ഇടയ്ക്ക് പോയി ചാടിയതാണ് കേട്ടാ. എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കണ, സ്വന്തം കൂട്ടുകാരനെ ആശുപത്രിയിൽ ഇങ്ങനെ കൊണ്ടുവരുമ്പോ അത് വീഡിയോ എടുക്കുക കാണിക്കുന്ന മനസ്സ്. പുള്ളിക്കാർക്ക് ചിരി തയ്ക്കാൻ വയ്യാത്തോണ്ട് പുള്ളിക്കാരി മുഖം മറച്ചതാ. ശരിക്കും 3-ലാണോ 3-ക്കായതാണോ? കേസ് ഒരു 10-25 ആവുമ്പോ എന്നോട് പറയണേ കേസ്. ഒരു ചെക്കൻ ഇവിടേക്ക് വന്ന് സംസാരിച്ച് അത് ഇങ്ങനെയായി. അവള് 3-ലായിരുന്ന? എക്സാം ഇല്ല. അവളുടെ പേരെന്താ? അമന്യ. സുന്ദരി. നമ്മളെ നോക്കുമ്പോ എന്തായാലും മനസ്സ് സ്വർഗ്ഗമായി മാറും. നേരത്തെ വേറെന്ന് പറഞ്ഞു, ഇപ്പൊ രക്ഷയായി. അല്ല, അവൾക്കറിയോ നിനക്കിഷ്ടാന്ന്? നിനക്കിഷ്ടാന്ന് അവൾക്കറിയോ? നിനക്കിഷ്ടാന്ന് അവൾക്കറിയോ? അവൾക്ക് ഇഷ്ടാണോ നിന്നെ? കാര്യം പറയാ. നമ്മൾ ഈ ടൈമിലെ കളിയാ എന്തോന്ന് ചെയ്തോണ്ടെന്ന് അളിയാ. 3ാം ക്ലാസ്സിൽ പഠിക്കണ പയ്യനാണ്, മനസ്സിലായേ? അളിയ അതന്നെ ഈ ടൈമിൽ നമ്മൾ എന്താ നേരിട്ടുണ്ടെന്ന്. നമ്മളെന്തിനു ചെയ്യാൻ? ബൂമറിന്റെ കൂടെ കിട്ടുന്ന സ്റ്റിക്കറിന്റെ അടി ഉണ്ടാക്കി മറ്റേ പന്തിനകത്ത് റബ്ബർ ബാൻഡ് ചുറ്റി പുറത്തെറിഞ്ഞ് ഇതൊക്കെയാണ് ചെയ്തോണ്ടിരുന്നത്. അളിയ സ്റ്റിക്കർ ഒട്ടിച്ചോണ്ട് നമ്മളെ ടാറ്റു അടിച്ചെന്ന് പറഞ്ഞ് പച്ച കുത്തിയെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഇതൊക്കെ നമ്മുടെ പരിപാടി. ഇറങ്ങിയിട്ട് കാര്യമില്ല. ആർക്ക് വേണോടോ തന്നെ ചക്കാത്തൊക്കെ പിടി. ഇനി തണ്ട് കാണിക്കാലോ. ഇനി ഒരു അക്ഷരം വേണ്ടി അടിച്ചതിന് അടപ്പലടക്കം. ബാക്കി 10 രൂപ അത് തന്റെ അച്ഛന് ടിപ്പ് എന്നായിട്ട് കണക്കാക്കിയാൽ മതി. ബാക്കി 10 രൂപ അങ്ങോട്ടല്ല ഇങ്ങോട്ടാ തരേണ്ടത്. ബാക്കി 10 ബാക്കി 10 രൂപ നാളെ തന്നാ മതി. ഞാനിട്ടല്ലേ ഏട്ടാ, കാണാനിട്ടാ ഞാൻ തരാം. വേണ്ട, എന്ത് പെട്ടെന്ന് തന്നെ ഒരു മാസീൻ ഇങ്ങനെ അത് തരണ്ട. നിന്റെ അച്ഛനെ ഞാൻ ടിപ്പ് കൊടുത്തായിട്ട് കിട്ടി 20 രൂപ. ബാക്കി 10 രൂപ തന്റെ അച്ഛന് ടിപ്പ് എന്നായിട്ട് കണക്കാക്കാൻ മതി. അവിടെ തിരിച്ചു പോയെടുത്തത് തിരിച്ചു വിളിച്ചടാ അത്. 3 കാറുകളെ ഓവർടേക്ക് ചെയ്ത് ബൈക്കിലുണ്ടാവും. കലക്കും 3 കാറിനിടെ കൂടെ ബൈക്ക് എക്സ്പ്ലോഷൻ കേൾക്കുമ്പോ തന്നെ ഞാൻ ചാർജ് ആവും. അവൻ ചത്ത്. 3 കാറിനിടെ കൂടെ ബൈക്ക് എക്സ്പ്ലോഷൻ. സെൻട്രൽ സ്റ്റാൻഡ് മറ്റേ കാല് കൊടുത്ത് എടുത്തതാട്ടാ. സെൻട്രൽ സ്റ്റാൻഡ് അല്ലടാ, നോക്ക് സെൻട്രൽ സ്റ്റാൻഡിലാ വണ്ടി ഇരിക്കണ കണ്ടാ. അപ്പൊ ഇങ്ങനെ നമ്മള് ചെറുതായിട്ട് പുഷ് ചെയ്തിട്ട് ഇത് കൊടുത്തു കഴിയുമ്പോ ബാക്ക് വീല് കറങ്ങുമല്ലോ. അപ്പൊ ഓട്ടോമാറ്റിക് സെൻട്രൽ സ്റ്റാൻഡ് ബാക്കിലോട്ട് പോകും, മനസ്സിലായ? 3 കാറിനിടെ കൂടെ ബൈക്ക് എക്സ്പ്ലോഷൻ കേൾക്കുമ്പോ തന്നെ ഞാൻ ചാർജ് ആവും. ചാർജ് ആയി കേട്ടാ, കംപ്ലീറ്റ് ചാർജ് ആയി. ബ്രോ വാസ് റൈറ്റ് വെൻ ഹി സെഡ്. ഞാൻ ഈ അമ്പലങ്ങളിലൊന്നും പോവാറില്ല. കാരണം എന്താണെന്നറിയോ? ദൈവവിശ്വാസമൊന്നും ഇല്ലാത്തോണ്ടല്ല. അവിടെ ഈ ചടങ്ങുകളെല്ലാം പെണ്ണുങ്ങളുടെ പേരാണ്. ആരതി, അർച്ചന, പൂജ, ആരാധന, അല്ലേ, ജ്യോതി എന്നിങ്ങനെ പോവും. എന്നാൽ പുരുഷന്മാരുടെ പേരിൽ ഒന്നുമില്ല. പുരുഷന്മാർക്ക് ആകെ ഒരു എന്തൊക്കെയാണാ പുരുഷന്മാരുടെ പേരിൽ ഒന്നുമില്ല അമ്പലത്തില്. കണ്ണാപ്പി അണ്ണനെ പാല് വാങ്ങാൻ വിട്ടു. കട പാല് വാങ്ങാൻ പറ്റും. നിന്റെ അച്ഛനാണ് പാല് വാങ്ങാൻ വിട്ടത്. കണ്ണാപ്പി കടയില് പാലാങ്ങിട്ടും ഞാൻ രാത്രിയോടെ ഇതെന്താ എന്തൊക്കെ ഐറ്റങ്ങളാണ് ഇതൊക്കെ. ഈ പുള്ളിയുടെ വോയിസ് വെച്ച് കൊറേ സാധനം ഇറങ്ങിയിട്ടുണ്ടോ. അതൊക്കെ എപ്പോ കേട്ടാലും സീനാണ്.
ചോദ്യമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. ട്രൗസറിലെ പാന്റിൽ മൂത്രമൊഴിച്ചിട്ടാണല്ലോ ഇയാൾ കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടിയും മറ്റുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരും വന്നപ്പോ എവിടെ പോയി ഈ മഹാന്റെ ധൈര്യം? എവിടെ പോയി പോലീസിന്റെ ഊർജം? ഈ മഹാൻ അങ്ങനെ കാൽമുട്ടുകൾ കൂട്ടിയിടിച്ച് വിറച്ച് ഉമ്മൻചാണ്ടിയുടെ മുന്നിൽ പാൻസിൽ മൂത്രമൊഴിച്ച് നിൽക്കുന്നത് പോലെയാണല്ലോ അയാളുടെ ശരീരഭാഷ കണ്ടത്. നിങ്ങളെ കണ്ടപ്പോൾ ട്രൗസറിൽ മൂത്രമൊഴിച്ചെന്നൊക്കെയാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. ഇതേ രതീഷ് ചന്ദ്ര. ഞാൻ അദ്ദേഹത്തിന്റെ ട്രൗസർ പൊക്കി നോക്കാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല. അത് നോക്കിയവർക്കേ കൃത്യമായിട്ട് അറിയത്തുള്ളൂ. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. സാധനങ്ങളാ.